നമുക്ക് വീട്ടിനകത്ത് നല്ലൊരു ഗ്രീനറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് മണി പ്ലാന്റ്, അതും വെള്ളത്തിൽ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് എൻ്റെ വീട്ടിൽ വരുന്നവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇവിടുത്തെ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്, എന്താണ് വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. ഇതിപ്പോൾ ഒരു 3 വർഷമായ ഒരു മണി പ്ലാന്റ് ആട്ടോ. ഇത് ഞാനൊരു ന്യൂട്ടല്ലയുടെ കപ്പിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മണി പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ നമ്മൾ വെള്ളം അതിന് മാറിക്കൊടുക്കുക. അതിനകത്തുള്ള വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മാസത്തിലൊരിക്കൽ നമ്മൾ അതിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് മണി പ്ലാന്റിനെ മൊത്തമായിട്ട് വെളിയിലെടുത്തതിന് ശേഷം അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് കഴുകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കാണാം, ഇതിനകത്ത് ഒരുപാട് ഡെഡായിട്ടുള്ള അതിൻ്റെ വേരൊക്കെ കിടക്കണത്. അപ്പോൾ മണ്ണിൽ നിൽക്കുന്ന മണി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ മണ്ണിലേക്ക് അലിഞ്ഞു പൊക്കോളും. ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നത് അതിൽ തന്നെ കിടന്ന് ചീഞ്ഞ് കണ്ടാമിനേറ്റ് ആയിട്ടാണ് നമ്മുടെ മണി പ്ലാന്റ് വളരാതാവുകയും ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം വേരൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിന് ആ വെള്ളത്തിലേക്ക് നിൽക്കുന്ന തണ്ടിൻ്റെ വശത്തൊക്കെ ഈ വേസ്റ്റ് കയറി നിൽപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ആ പാത്രവും നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് പുതിയ വെള്ളത്തിൽ മണി പ്ലാന്റ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലുകളും ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കഴുകി അതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവരുടെ യഥാസ്ഥാനത്ത് തന്നെ അങ്ങ് വെച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ബൈ.